വയനാട്ടിൽ നിന്നും ടി അനീസ് വിവരങ്ങൾ നൽകും. അനീസലി, ഇന്ന് പുലർച്ചെ ആന ചെരിഞ്ഞു എന്നാണ് കേരളത്തിന് ലഭ്യമായിരിക്കുന്ന അറിയിപ്പ്. കർണാടക വനംവകുപ്പാണ് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് മന്ത്രിയെ ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ എന്താണ് മരണകാരണം എന്നതിലൊരു വ്യക്തത വരും. പോസ്റ്റ്മോർട്ടം ഉടൻ ഉണ്ടാകുമോ? തീർച്ചയായും അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. പോസ്റ്റ്മോർട്ടം റിസൾട്ട് ആയിരിക്കും ഇനി അതിന്റെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ മരണം സംഭവിച്ചത്, ആനക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യമൊക്കെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തുടർന്ന് വ്യക്തമാവും. എന്തായാലും ഇപ്പോൾ അതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടക വനംവകുപ്പിന്റെയും കേരള വനംവകുപ്പിന്റെയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് ഈ ആനക്ക് മയക്കുവെടി വെക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണോ അത്തരത്തിൽ അത് മൂവ്മെന്റ് ഒക്കെ കുറഞ്ഞു കാണപ്പെട്ടത് എന്ന കാര്യത്തിലും, അതുപോലെ തന്നെ മയക്കുവെടി വെക്കുമ്പോൾ അതിന്റെ ഡോസ് നിർണ്ണയിക്കുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ മയക്കുവെടി വെച്ചതിന് ശേഷം ആനയെ കൈകാര്യം ചെയ്യുന്നിടത്ത് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി വ്യക്തമാവാനിരിക്കുന്നേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നുണ്ട്. അത് ന്യായവുമാണ്. കാരണം ഇന്നലെ ചെയ്യാവുന്നിടത്തോളം മുൻകരുതലുകൾ എടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് അധികൃതർ ചെയ്തിട്ടുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും അതുപോലെ തന്നെ RRT അംഗങ്ങളും എല്ലാം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഇന്നലെ ഈ പ്രവർത്തനങ്ങൾക്ക് രംഗത്തുണ്ടായിരുന്നു. ജില്ലാ കലക്ടർ ഉണ്ടായിരുന്നു, നോർത്ത് വയനാട് DFO, സൗത്ത് വയനാട് DFO, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ തുടങ്ങിയ ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവരെ എല്ലാവരുടെയും ഒരേ മനസ്സോടെയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്നലെ മയക്കുവെടി വെച്ചിട്ട് ആനയെ പിടികൂടാൻ കഴിഞ്ഞത്. മയക്കുവെടി വെക്കുക അല്ലാതെ മറ്റൊരു മാർഗം മുമ്പിൽ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കാരണം ഇതിനെ വനം എന്ന് പറയുന്നത് ഏറെ ദൂരെയാണ്. അതുകൊണ്ട് അത്ര ദൂരത്തേക്ക് വനത്തിലേക്ക് ആനയെ എത്തിക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കാരണം അതിനെ ബഹളം വെച്ച് ഭയപ്പെടുത്തി കാട്ടിലേക്ക് കയറ്റുക എന്നത് അത്ര എളുപ്പം നടക്കുന്നതല്ല. കാരണം ആനയാണ്. അതുകൊണ്ട് അത് പരിഭ്രമിച്ച് ഓടിപ്പോകുകയാണെങ്കിൽ അത് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ജനസാന്ദ്രത ഏറിയ ഒരു പ്രദേശത്താണ്. നാലുപാടും വാഹനങ്ങളും വീടുകളും കടകളും ഒക്കെ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ആന ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത്രയും ജനസാന്ദ്രതയേറിയ സ്ഥലത്തൂടെ കിലോമീറ്ററുകൾ നടത്തിച്ചു കൊണ്ടുപോയി കാട് കയറ്റുക എന്നത് ഒരിക്കലും പ്രായോഗികമായിരുന്നില്ല. അതുകൊണ്ട് മയക്കുവെടി വെക്കുക എന്ന് മാത്രമായിരുന്നു മുൻപിലുണ്ടായിരുന്ന ഏക പോംവഴി. അതിനുള്ള ഉത്തരവിറങ്ങിയതിന് ശേഷവും ഇതിനു വേണ്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഏറെ സമയം വനംവകുപ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവിധ മുന്നൊരുക്കങ്ങളും വനംവകുപ്പിന് ചെയ്യാവുന്നിടത്തോളം എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയതിനു ശേഷമാണ് ഈ മയക്കുവെടി തന്നെയും വെച്ചിട്ടുള്ളത്. അത് കൃത്യമായ അവരുദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ആനയ്ക്ക് മയക്കുവെടി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആനയ്ക്ക് മുൻഭാഗത്തോ മസ്തകത്തിലോ മറ്റോ വെടി കൊള്ളാതെ അതിന്റെ പിൻഭാഗത്ത് തന്നെ 2 മയക്കുവെടിയും കൃത്യമായ ഇടവേളകളിൽ അതിനെ കൊള്ളിക്കാനും അത് ഇൻജെക്ട് ചെയ്യുവാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളിലെല്ലാം വലിയ തരത്തിൽ ആ ഓപ്പറേഷൻ വിജയമായിരുന്നു. മിഷൻ തണ്ണീർ സക്സസ് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. പക്ഷെ അതിനുശേഷമുണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലാണ് വ്യക്തമായി അതിന്റെ കാരണങ്ങൾ സംബന്ധിച്ച് വിവരം ലഭിക്കുകയുള്ളൂ. ഇന്നലെ ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങൾ വനംവകുപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ബാക്കി കൂടുതൽ വിവരങ്ങൾ അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള പ്രഷർ ഉണ്ടായിരുന്നു ഈ വനപാലകർക്ക് നേരെയും പോലീസിന് നേരെയും. ജനക്കൂട്ടം പല സന്ദർഭത്തിലും വയലന്റ് ആവുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ ആന ഈ വാഴത്തോട്ടത്തിൽ നിന്ന് പുറത്ത് കടന്ന് മാനന്തവാടി നഗരത്തിലേക്ക് പോയി തിരിച്ചു വരുന്ന ആ ഒരു ഘട്ടത്തിലൊക്കെ ജനക്കൂട്ടം മുന്നിലും പിറകിലും വശങ്ങളിലുമൊക്കെയായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ഏറെ പണിപ്പെട്ടാണ് പോലീസിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. എന്തായാലും അത്തരം പ്രതിഷേധങ്ങൾ, അതിനിടയ്ക്ക് ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ ഈ ജനക്കൂട്ടത്തെ വൈകാരികമായി ഉണർത്തുന്ന തരത്തിലുള്ള ചില സമീപനങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട് മയക്കുവെടി വെക്കുന്നില്ല എന്ന് ചില രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ നിരന്തരം